ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ചെറുപ്പളശ്ശേരി സഭയുടെ ശുശ്രൂഷകരും പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന നമ്മുടെ സെൻട്രലിലെ സീനിയർ ശുശ്രൂഷകനുമായിരിക്കുന്ന വെജിപ്പാസ് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സെൻട്രലിൻ്റെ വൈസ് പ്രസിഡന്റും ദീർഘകാലങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത് കർത്താവിൻ്റെ ദാസ് സജിപ്പാസ്, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി, വല്ലപ്പുഴയിലെ ശുശ്രൂഷകനുമായിരിക്കുന്ന ഈ വിപിൻ ബാസ്, പ്രത്യേകിച്ച് ഈ വാത്സല്യ ഭവനത്തിൽ പാർക്കുന്ന സോണിയാൻറ്റിക്ക് ദൈവം ദാനമായി കൊടുത്ത പ്രിയ അഞ്ജലി, ഐശ്വര്യ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ നാളെ ദൈവം അനുവദിച്ച വിവാഹ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ അനീഷ്, അതുപോലെ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുള്ള കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, ഇവിടെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിശ്ചിതമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ്. വളരെ സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ്. കാരണം നമ്മുടെ അനീഷ് ഒരു കുടുംബജീവിതത്തിലേക്ക് നാളെ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ദീർഘനാളുകളായിട്ട് ഈ വാത്സല്യ ഭവനവും ദൈവസഭയിലുള്ളവരുമൊക്കെ കുടുംബാംഗങ്ങളൊക്കെ പ്രിയ സഹോദരന് തക്കതായൊരു തുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ ശുഭ മുഹൂർത്തം അടുത്ത ദിവസമാണല്ലോ. അത് ഏറ്റവും മംഗളകരമായി തീരുവാൻ ഇടയായി തീരട്ടെ. ഞാനൊരു അഡ്വാൻസായിട്ട് ക്ഷമാപണം നടത്തുകയാണ്. നാളെ എനിക്ക് ആ വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മറ്റൊരു വിവാഹം മുൻകൂട്ടി പറഞ്ഞൊരു പാസ്റ്റർ മുഖൻ്റെയാണ്. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവർ നാളെ കടന്നു വരും. അതുകൊണ്ട് റെജിപ്പാസ്റ്ററോട് ചോദിച്ച് ചെയ്യാൻ ഭാഗ്യ സമയമാണ്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളെല്ലാവരും, ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. കുടുംബം എന്ന് പറയുന്നത് ഈ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനാകുന്ന സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം കുടുംബത്തെ പറ്റി പറഞ്ഞൊരു കാര്യം ഇതാണ്: 2 വ്യക്തികൾ കൂടുന്നതാണ് കുടുംബം, കുടുംബങ്ങൾ കൂടുന്നതാണ് സഭകൾ കൂടുന്നതാണ് സമൂഹങ്ങൾ ചേരുന്നതാണ് രാജ്യങ്ങൾ ചേരുന്നതാണ് ലോകം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ ബേസ് ചെയ്തുകൊണ്ട്. എന്നാൽ ഈ കുടുംബം ആരാണ് ആരംഭിച്ചത്? എന്തിനു വേണ്ടിയാണ് ഈ കുടുംബത്തെ ഭൂമിയിൽ സംജാതമാക്കിയത്? മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല കുടുംബം എന്ന് പറയുന്നത്. പിന്നെയോ സർവശക്തനാകുന്ന, സർവേശ്വരനാകുന്ന, പടച്ചവനാകുന്ന ദൈവത്തിന്റെ കണ്ടുപിടുത്തമാണ് കുടുംബം എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ എങ്ങനെ പറയുന്നു? മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് ദൈവം കണ്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ മനുഷ്യന്റെ ഏകാന്തത മനസ്സിലാക്കിയിട്ട് ദൈവം അവനെന്ത് ചെയ്തു? ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. ആ തുണയെ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തത്? ആദം എന്ന് പറയുന്ന ആ മനുഷ്യന് ഏദൻ തോട്ടത്തിൽ ഒരു സുഖനിദ്ര ദൈവം കൊടുത്തു. ആ നിദ്രയുടെ ഇടയിൽ ആ മനുഷ്യന്റെ വാരിയല് ദൈവം ഓപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ മാംസവും വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അതിലേക്ക് ജീവശ്വാസം ഊതി ആ മനുഷ്യന് തക്കതായ ഒരു തുണയെ കൊടുത്തു. നരനും നാരിയും. അവർക്ക് ദൈവം എന്ത് ചെയ്തു? പേരിട്ടു ആദം, ഹവ്വ. പിന്നെ ജനിച്ച ആളുകൾക്കെല്ലാം പേരിട്ടത് മനുഷ്യനാണ്. ഈ 2 പേർക്ക് മാത്രമേ ദൈവം എന്ത് ചെയ്തിട്ടുള്ളൂ? പേരിട്ടിട്ടുള്ളൂ. അപ്പൊ കുടുംബത്തിന് പ്രാധാന്യമുണ്ട്. കുടുംബം ദൈവത്തിന്റെ കണ്ടുപിടുത്തമാണ്. കുടുംബം ദൈവത്തിന്റെ സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, കുടുംബം ഇംഗ്ലീഷിൽ പറയുന്ന എന്താ? ഫാമിലി എന്ന് പറയുന്ന 6 അക്ഷരത്തിൽ കുടുംബം അവസാനിക്കുകയാണ്. എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിച്ച് വൈ എന്ന് പറയുന്ന അക്ഷരത്തിൽ എന്ത് ചെയ്യുന്നു? അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, സ്നേഹബന്ധത്തിൽ ആരംഭിച്ച്
സമർപ്പണത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. എന്താണ് ഫാമിലി എന്ന് പറയുമ്പോൾ Fൽ ആരംഭിച്ച് വൈയിൽ അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്നേഹബന്ധത്തിൽ ആരംഭിച്ച് സമർപ്പണത്തിൽ അവസാനിക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അനീഷിന്റെ ഏകാന്തത സോണിയാന്റി മനസ്സിലാക്കി.